നമുക്ക് റിലാക്സ്ഡ് ആയിരുന്ന് കണ്ട് രസിക്കാൻ പറ്റിയ ധാരാളം സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കാറുണ്ട്. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ചില സംഭവങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത്തരത്തിൽ വളരെ രസകരമായ ഒരു കൂട്ടം സംഭവങ്ങളുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ കാണാൻ പോകുന്നത് ഒരു കല്യാണ ചെക്കന്റെ രോദനമാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവന്റെ ഫ്രണ്ട്സ് അവന്റെ കല്യാണത്തിന് അവന്റെ ഡ്രസ് കോഡിൽ അവനേക്കാൾ ലുക്കായിട്ട് വന്നു. എടാ നായ്ക്കളതിപ്പോ ഞാനാണ് മേ നിങ്ങളാണ് മേ നിങ്ങൾക്കും കറുപ്പും ആരെ കല്യാണം कैमरा क्यों कर रहा है? ओ क्लास കൊണ്ടുവരുന്നു. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ആ ചേട്ടൻ ബസ്സിലിരുന്ന് വെള്ളം അടിക്കുകയൊന്നും ആയിരുന്നില്ല. പുള്ളിക്കാരൻ അഴുക്കുള്ള ഒരു ഗ്ലാസ് കണ്ടപ്പോൾ അത് കഴുകാൻ വേണ്ടി പുറത്തു വന്നത് തന്നെയാണ്. അപ്പോ ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അനിയൻ സ്പോർട്സിൽ പങ്കെടുത്ത് മെഡലും വാങ്ങി വന്നു. പിന്നെ അത് കണ്ട് ചേട്ടൻ വിട്ടുകൊടുക്കുമോ? അതിലും വലിയൊരു മെഡൽ അവനങ്ങ് സ്വന്തമാക്കി. സ്പോർട്സ് കഴിഞ്ഞ അപ്പൊ 3ാം സ്ഥാനത്തിന് കിട്ടിയ മെഡലാണ് ഇത്. കണ്ടോളില്ല, ഇത് ഷാനോളി ഫുട്ബോൾ ഇത് പല പ്രകാരമുണ്ട്. 10 എന്തോ പത്തിരിയോ ചപ്പാത്തിയോ മറ്റോ പരത്തിയതിനുള്ള മെഡലാണെന്ന് തോന്നുന്നു. മണാലിക്ക് പോകാൻ പറ്റാത്തത് കാരണം ഭ്രാന്തായി പോയ ഒരു യുവാവിന്റെ ദുഃഖകരമായ ദൃശ്യങ്ങൾ. ചങ്ക് ഫ്രണ്ടാണ് മണാലി പോകിട്ട് അവർക്ക് ടെൻഷൻ ആയത് കാരണം ഇടക്കിടക്ക് മണാലി പോണത് നാട്ടിൽ നിന്ന് മണാലി പോണ ആളായി ഇവിടുന്ന് പോകാൻ കഴിയാത്തോണ്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഈ അസുഖത്തിനുള്ള മരുന്നാണെന്ന് തോന്നുന്നു ആ ഫ്രിഡ്ജിൽ തന്നെ നിറച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് സ്കൂളുകൾ ഇത്തിരി നേരത്തെ വിടുകയാണേ. സ്കൂളിൽ നിന്ന് 3 മണിക്ക് വിടും കേട്ടോ. അപ്പൊ കുട്ടികൾ എത്തിയോന്ന് ഉറപ്പ് വരുത്താ. എത്തിയോര് ഒന്ന് കൈ കാണിക്കാട്ടെ അതില്. ഓക്കെ, പിന്നല്ല, കൈ കാണിക്കാൻ പറഞ്ഞാൽ കൈ കാണിക്കണം, അല്ലാതെ ഇമോജി ഇടാൻ നിൽക്കരുത്. അല്ല ഇതിന് ഡോറോടെ ഇതിന് ഡോറോ അല്ല, പറഞ്ഞ പോലെ ഇതിന്റെ ഡോർ എവിടെ? കുറച്ച് വ്യത്യസ്തമായ നോട്ടീസുകളാണ് നമ്മളിവിടെ കാണുന്നത്. ഇതെന്താ ഇങ്ങനെ? എങ്ങനെ? അല്ല, എന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. സ്റ്റഡി 100 വട്ടം പറഞ്ഞല്ലേ, എന്തിനാ ഇളകാൻ പോയെ? എനിക്ക് തോന്നുന്നു വളരെ വർക്കിംഗ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് തന്നെയാണിത്. നിങ്ങൾ നോട്ടീസൊക്കെ പതിപ്പിക്കേണ്ടി വരികയാണെങ്കിൽ മര്യാദക്ക് പറഞ്ഞിട്ട് കേട്ടിട്ടില്ലെങ്കിൽ ഈ ടെക്നിക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഫലപ്രദമാകാൻ നല്ല ചാൻസ് ഉണ്ട്. ഹൊറർ മൂവി കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തിന് കൂടുതൽ എഫക്ട് കിട്ടാൻ സൗണ്ട് എഫക്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്ന നല്ലവനായ ഒരു കൂട്ടുകാരനെ കാണാം. അവർക്ക് പാർക്കുവാൻ ഒരു കുടുംബമായി തീരുവാൻ അവർ തന്നെ തിരഞ്ഞെടുത്ത ഭാഗമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം അറിയുന്നു. കർത്താവെ, ഇന്നു മുതൽ അവർ ഒന്നല്ല, ഇവര് 2ആണ് കർത്താവെ. ഇവര് മരണം പിന്നല്ല, അവർ രണ്ടുപേരും ഒന്നാണെന്നുള്ള ക്ലീശ ഡയലോഗ് പറയാനൊന്നും അച്ഛനെ കിട്ടില്ല. അവർ രണ്ടുപേരും 2 പേർ തന്നെയാണെന്ന് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. നല്ലൊരു ഫോട്ടോ എടുക്കാൻ കിട്ടില്ലെന്നൊരു പോസ് ചെയ്യാൻ പോവുകയാണ് ഈ വ്യക്തി. അപ്പോൾ എന്താവുമെന്ന് നോക്കാം. നല്ലൊരു മൂമെന്റ് സംഭവിക്കുന്നതിന് തൊട്ട് മുൻപുള്ള നിമിഷം അത് നമ്മൾ തിരിച്ചറിയണം. ക്ലിക്ക് ചെയ്യാൻ റെഡിയായിരിക്കണം. അത്രേ ഉള്ള കാര്യം. അടുത്തതായി ഒരു പ്രാങ്കിനുള്ള തയ്യാറെടുപ്പാണ് നമ്മളിവിടെ കാണുന്നത്. ബാത്റൂമിലുള്ള തന്റെ ഫ്രണ്ടിന്റെ തലയിലൂടെ ബക്കറ്റിൽ വെള്ളം ഒഴിക്കാനാണ് ഇവൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്താകുമെന്ന് കാണാം. അടുത്തതായി നമുക്ക് കാണാം ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെലിബ്രേഷന്റെ ഭാഗമായി പലപ്പോഴും ദേഹത്തേക്ക് സ്നോ സ്പ്രേ അടിക്കുന്ന ആചാരമൊക്കെയുണ്ട് പലയിടത്തും. ഇവിടെ ഈ സുഹൃത്ത് അതിനായി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. പക്ഷേ
ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു. ആ ഇങ്ങനെ ഇതല്ലേ കൂളപ്പ് ഐസ് പോപ്പ്. ആ അതില് ഞങ്ങള് രണ്ട് ഇത് വാങ്ങി, 2 മറ്റേ ക്യാരറ്റിന്റെ ഫ്ലേവർ. അതിലൊന്നില് പീസ് കുറവ്, 1 പീസ് കൂടുതലായിരിക്കും. ഒന്ന് ശ്രദ്ധിക്കട്ടോ. എങ്ങനെ ആ കസ്റ്റമർ കെയറിലെ ചേട്ടൻ ആലോചിക്കുന്നുണ്ടാവും ഏത് നേരത്താണ് ഈ ജോലിയൊക്കെ എടുക്കാൻ തോന്നിയത് എന്ന്. ഇതുപോലെ ഓരോരുത്തന്മാര് വിളിച്ചിട്ട് എന്തൊക്കെ പറയുന്നുണ്ടാവും. ഒരു പാറ്റ 2 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ പോലും കണ്ടം വഴി ഓടുന്ന ഒരു സുഹൃത്തിനെ നമുക്ക് പലർക്കും അറിയുമായിരിക്കും. ചിലപ്പോൾ ആ സുഹൃത്ത് നമ്മൾ തന്നെ ആയിരിക്കും. എന്തായാലും അത്തരം ആളുകളുടെ ഒരു പ്രതിനിധിയാണിത്. ഇതാണോ മാറ്റ? എവിടെ പാറ്റില്ല. നമുക്കറിയാം കേരളത്തിൽ ഇപ്പോ എവിടെ നോക്കിയാലും ഫാമിലി ഗൈയിലെ പീറ്ററാണ്, ടോയ്ലറ്റിലും ബാത്റൂമിലും വരെ. നമസ്കാരം ചേച്ചി. ഹലോ ആരെങ്കിലും ബാത്റൂമിലുണ്ടോ? സൂപ്പറാണ്. പലപ്പോഴും ഫ്രണ്ട്സൊക്കെ നമുക്ക് പല ചലഞ്ചുകളും തരാറുണ്ട്. അതിൽ ചിലതൊക്കെ നല്ല രസകരമായിരിക്കും, മറ്റു ചിലത് മുട്ടൻ പണിയായിരിക്കും. എന്നാലും ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ചലഞ്ചാണ്. എന്താണെന്ന് വെച്ചാൽ തങ്ങളുടെ അമ്മമാർക്ക് വിളിച്ച് ഐ ലവ് യു എന്ന് പറയുക. അമ്മ അമ്മ ഐ ലവ് യു. വനത്തെ കഞ്ഞില്ലേ ഇതിൽ കൂടുതൽ ഇനി എന്താവാനാ? ഹലോ ഹലോ ഐ ലവ് യു. ഹലോ ഹലോ അമ്മ ഐ ലവ് യു. അപമാനിച്ചേ ഞങ്ങി ഞാൻ പോയിക്കോട്ടെ. ഇങ്ങനെയൊന്നും അല്ലടാ. ഐ ലവ് യു അമ്മ. ഹലോ അമ്മ അമ്മ ഐ ലവ് യു. ആരാണ്? അതാണ് ആരാണ്? എന്താണ്? പലതരം ചലഞ്ചുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ചലഞ്ച് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്കോ? ഡാൻസ് കണ്ട് അത് വളരെയധികം ഇഷ്ടപ്പെട്ട് സ്റ്റേജിൽ കയറിയിരുന്ന് കാണാൻ വരികയാണ് പട്ടി സാർ. കണ്ടിരിക്കുന്നതിനിടയ്ക്ക് അരം കയറി പുള്ളിക്കാരൻ ഡാൻസ് ഒക്കെ കളിക്കാൻ തുടങ്ങി. പക്ഷെ പട്ടിയുടെ ഡാൻസ് കുട്ടികളുടെ ഡാൻസിനേക്കാൾ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അത് കുട്ടികൾക്കൊരു ഭീഷണിയാകുമെന്ന് വിചാരിച്ച് പട്ടി സാറിനെ അവർ അവിടെ നിന്ന് കൊണ്ടുപോയി. നമുക്കറിയാം, പൊതുവെ ഈ വയസ്സായവരൊക്കെ പറയാറുണ്ട് ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെയായിരുന്നു, നിങ്ങളുടെ കാലത്തൊക്കെ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ ഈ മുത്തശ്ശിക്കും ചിലത് പറയാനുണ്ട്. അതെന്താണെന്ന് നമുക്ക് കേൾക്കാം. ഊണ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തില് പെണ്ണുങ്ങള് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു മുറുക്കലുണ്ട്. മുറുക്കണം എന്നാണ്. വെറ്റില ഇടയ്ക്ക് കൂട്ടി വെറ്റില പകല കൂട്ടണമെന്നില്ല, വെറ്റില ഇടയ്ക്ക് മാത്രം കൂട്ടി മുറുക്കണം ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട്. പെണ്ണുങ്ങളെല്ലാം മുത്തൈതികൾക്കും നിർബന്ധമായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ കഞ്ചാവും. കഞ്ചാവ് ഇങ്ങനെ ചുരുട്ടി
അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.